വൈൻ കുടിക്കാൻ പഠിക്കണോ എങ്കിൽ ഇതാ ഇങ്ങോട്ട് പോരെ. ഇത് ബാംഗ്ലൂർ മൈസൂർ റോഡിലുള്ള സുല വൈൻ യാർഡ്സിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഹൈവേന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. പക്ഷേ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വഴിയിലെല്ലാം അവരിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ ഒരു ഗൈഡുണ്ട്, നമ്മളെ കൊണ്ടുപോയി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ കാണുന്നതൊക്കെ ഗ്രേപ്സ് ഫെർമെൻറ്റ് ചെയ്യുന്ന ടാങ്കുകളാണ്. കംപ്ലീറ്റ് ഈ പ്രോസസ്സ്, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഇതെല്ലാം അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഓക്കിൻ്റെ ബാരലുകളാണ്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഫ്രാൻസിൽ നിന്ന് US നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ബാരലിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ ഏക്കറിൽ ഗ്രേപ്സിൻ്റെ തോട്ടമുണ്ട്. നമുക്ക് അതിനുള്ളിലൊക്കെ പോയി ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഈ ടേസ്റ്റിംഗ് റൂമിലോട്ട് കൊണ്ടുവരും. ഒരു ഗ്രൂപ്പ് ആളുകളെ ഒരേ സമയം ഇതിനുള്ളിലോട്ട് അവർ അലോ ചെയ്യുന്നത്. For tastings we have 6 variants starting with the sparkling wine, if not champagne, then we have a white variety, then we have a rosé, then we have 2 reds, the strong highest that we make 14%. The last will have the least, a sparkling again but a sweeter wine, lower percentage of alcohol, 8.5. To start off from the glass, we will have the body, stem and base. Since we are warm-blooded people, always recommended never to hold from a body. Stem or a base is a better place to hold the glass and sip. And once the wine is poured, we follow 4 S. First S is we see the color. See, so that even though we say it's a red wine, the color, once the wine is poured, will have deviant colors. Purple, orange, tawny, or the bottles. Center will be ruby red, cherry red, as such they vary. Same goes with wines. They shall vary from yellow to green. Second S will be, we swirl them. Swirl so that wine shall get aerated and liberate aromas. Once the aromas are liberated, we shall sense them from the third S, smell. We smell them to get the charm and beauty of the wine that is. Fourth S is sip. Sip in such a way that you can swish or gargle the wine within the mouth, so that the wine will reach throughout the palates and you shall be able to decide and judge what the wine tastes like. To start off, the tropical rosé. Rosé means pinkish in color, and also this is sparkling wine or champagne where only blending is permitted. We will never have vintage mentioned in them. This is a blend of 3 grape varieties, 2 whites and 1 red. 2 whites are the Chenin Blanc and Riesling. The third grape variety is Shiraz. Okay. Also, very important note: never swirl a sparkling wine because they are aerated. So very similar to the soda or soft drinks that we have, they will lose their essence. Just see, smell and sip. Only 3 S for them. We start. വൈൻ കുടിക്കുന്നതിനും കുറച്ച് റൂൾസൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മളിതൊന്നും അറിയാതല്ലേ എല്ലാവരും വൈൻ കുടിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. 6 പ്രീമിയം വെറൈറ്റി വൈൻസ് നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ഓരോ ഫ്ലേവറിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. അങ്ങനെ ഒരു 6 വെറൈറ്റി ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ഇവിടുന്ന് വൈൻ വേണമെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനുള്ളിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ എല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ വന്ന് വാവയ്ക്കൊരു ജാപ്പനീസ് ഫ്രണ്ടിനെയും കിട്ടി. പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോരുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.